വയനാട് ദുരന്തം കോൺഗ്രസിനെയും കൊണ്ടേ പോകും. കോൺഗ്രസിനെ മാത്രമല്ല മുസ്ലിം ലീഗിനും വലിയ വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. കോൺഗ്രസ് ആദ്യം പ്രഖ്യാപിച്ചത് 100 വീടാണ് KPCC. അതിനുശേഷം രാഹുൽ ഗാന്ധി 100 വീട് കൂടി പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷം യൂത്ത് കോൺഗ്രസ് 30 വീട് കൂടി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ വീട് നിർമ്മിച്ച് നൽകാനുള്ള ഒരു നടപടിയും ഇതുവരെയും കോൺഗ്രസ് സ്വീകരിച്ചിട്ടില്ല. എപ്പോഴും ചോദിക്കുമ്പോൾ പറയുന്നത് സ്ഥലമെടുക്കുന്നുണ്ട്, സ്ഥലം നോക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്, നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒഴികെയാണ് ചെയ്യാറുള്ളത് സാധാരണ കോൺഗ്രസ് നേതാക്കൾ, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ. എന്നാൽ ഇപ്പോൾ ഒന്നുകൂടി കടത്തി പറഞ്ഞിട്ടുണ്ട് സണ്ണി ജോസഫ്, KPCC പ്രസിഡന്റ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് KPCC ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആ വാക്ക് നമുക്ക് കേൾക്കാം. എല്ലാം പരിഹരിക്കും. സർക്കാർ ഞങ്ങളെ അതിൽ സഹായിക്കുന്നില്ല. സ്ഥലം കണ്ടെത്താനും ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് തരാനും സർക്കാർ തയ്യാറാകുന്നില്ല. എങ്കിലും ഞങ്ങൾ പറഞ്ഞ ഉത്തരവാദിത്തങ്ങൾ, ഏറ്റവും ഉത്തരവാദിത്തങ്ങൾ അതുമായിട്ട് ഞങ്ങൾ അതിശക്തമായി അവിടുത്തെ നേതാക്കന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകും. അദ്ദേഹം പറയുന്നത് സ്ഥലം സർക്കാർ തന്നിട്ടില്ല, സർക്കാർ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളോട് സഹകരിക്കുന്നില്ല. രണ്ടാമത് അദ്ദേഹം പറയുന്നത് ഗുണഭോക്താക്കളുടെ പട്ടിക തന്നിട്ടില്ല. ഗുണഭോക്താക്കളുടെ പട്ടിക ആർക്കും കൊടുത്തിട്ടില്ല സർക്കാർ എന്ന കാര്യം മറച്ചു പിടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ. എങ്ങനെയാണ് വയനാട് ദുരന്തബാധിതർക്ക് വീട് വെച്ച് നൽകുന്നത്? സർക്കാർ ടൗൺഷിപ്പ് നിർമ്മിക്കുന്നു, അതിവേഗം മുന്നോട്ട് പോകുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ. ജനുവരിയിൽ വീട് കൈമാറാൻ കഴിയുമെന്നാണ് സർക്കാർ കേന്ദ്രങ്ങൾ പറയുന്നത്. പുതുവർഷം ദുരന്ത ബാധിതർക്കും പുതുപുലരിയാകും എന്ന് സർക്കാർ പറയുന്നു, സർക്കാർ കേന്ദ്രങ്ങൾ പറയുന്നു, LDFന്റെയും CPIMന്റെയും നേതാക്കൾ പറയുന്നു. എന്നാൽ വീട് വേണ്ടാത്തവരുണ്ട്, ടൗൺഷിപ്പിൽ വീട് വേണ്ട എന്ന് പറഞ്ഞവരുണ്ട്. അവർക്ക് 15 ലക്ഷം രൂപയാണ് സർക്കാർ നൽകുന്നത്. 15 ലക്ഷം രൂപ വാങ്ങി അവർക്ക് സ്വന്തം ഇഷ്ടത്തിന് വീട് വെക്കുകയോ വേറെ സ്ഥലത്തേക്ക് മാറുകയോ ഒക്കെ ചെയ്യാം. അങ്ങനെ ഏകദേശം 100ഓളം കുടുംബങ്ങൾ മാറിയിട്ടുണ്ട് എന്നാണ് സർക്കാർ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നത്. ആ 100ഓളം കുടുംബങ്ങൾ മുസ്ലിം ലീഗിന്റെ വീട് ലഭിക്കും എന്ന പ്രതീക്ഷയിൽ നിൽക്കുന്നവരാണ്. മുസ്ലിം ലീഗ് അവർക്ക് വീട് വെച്ച് നൽകാം എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നിർമ്മാണ പ്രവർത്തനങ്ങൾ എവിടെയും എത്തിയിട്ടില്ല. ഏതാനും വീടുകളുടെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഏറ്റെടുത്ത സ്ഥലത്ത് മുഴുവൻ വീട് വെക്കാൻ കഴിയാത്ത സ്ഥലമാണ് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അതുകൊണ്ട് തന്നെ സർക്കാർ വീട് നൽകുന്ന സമയത്ത് മുസ്ലിം ലീഗ് വീട് വെച്ച് നൽകാം എന്ന് പറഞ്ഞവർക്ക് വീട് വെച്ച് നൽകാൻ കഴിയില്ല. ഇനിയിപ്പോൾ കോൺഗ്രസിന് ഗുണഭോക്താക്കളെ ആവശ്യമുണ്ടെങ്കിൽ ഈ ദുരന്തബാധിതരായ കുടുംബങ്ങളെ സമീപിക്കുകയും നിങ്ങൾക്ക് ഞങ്ങൾ വീട് വെച്ച് നൽകാം എന്ന് പറയുകയും അവരോട് സർക്കാരിന് അപേക്ഷ കൊടുത്ത് 15 ലക്ഷം രൂപയും വാങ്ങി ടൗൺഷിപ്പിൽ വീട് വേണ്ട എന്ന് പറഞ്ഞ് പുറത്തേക്ക് വരിക. അതിനുശേഷം കോൺഗ്രസ് നിർമ്മിച്ചു നൽകുന്ന വീട് സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുക, അതാണ് വേണ്ടത്. എന്നാൽ കോൺഗ്രസിനെ വിശ്വസിച്ച് ആര് ടൗൺഷിപ്പിൽ നിന്ന് പുറത്തേക്ക് വരും? സർക്കാർ നിർമ്മിച്ച വീടുകൾ വേണ്ട എന്ന് പറയും. അതുകൊണ്ട് ആർക്കാണ് കോൺഗ്രസ് വീട് വെച്ച് നൽകുന്നത്? അത് കോൺഗ്രസ് ആണ് വ്യക്തമാക്കേണ്ടത്. ഇപ്പോൾ മെല്ലെ മെല്ലെ കാര്യങ്ങളെല്ലാം സർക്കാരിന്റെ തലയിലിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് KPCC പ്രസിഡന്റ് ചെയ്യുന്നത്. ഇതേ സൂത്രം തന്നെയാണ് നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും ചെയ്തത് എന്നുകൂടി ഓർക്കണം. സർക്കാർ സഹായിക്കുന്നില്ല, സർക്കാർ ഇടപെടുന്നില്ല, ഈ പതിവ് പല്ലവി പറഞ്ഞ് മുഖം രക്ഷിക്കാൻ കഴിയുമോ എന്നാണ് കോൺഗ്രസ് നോക്കുന്നത്. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, പിരിച്ച പണം എന്ത് ചെയ്യും? കോൺഗ്രസ് പണം പിരിച്ചിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസ് പണം പിരിച്ചിട്ടുണ്ട്, 1,05 ലക്ഷം രൂപ പിരിച്ചിട്ടുണ്ട്. ആ പണം എന്ത് ചെയ്യും? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുക എന്നതാണ് അവർക്ക് ഏറ്റവും നല്ല വഴി, മുഖം രക്ഷിക്കാനുള്ള വഴി. പക്ഷെ അഭിമാനം അതിന് സമ്മതിക്കില്ല. അവസാനം കോൺഗ്രസ് ജനങ്ങളുടെ മുന്നിൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കേണ്ടി വരും. മുസ്ലിം ലീഗും ഇതേ പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട്. ഏകദേശം 80ഓളം കുടുംബങ്ങളാണ് മുസ്ലിം ലീഗിനെ വിശ്വസിച്ച് സർക്കാരിന്റെ വീട് വേണ്ട എന്ന് പറഞ്ഞവർ. അവർക്ക് സർക്കാർ വീട് നൽകുമ്പോഴെങ്കിലും വീട് നൽകേണ്ടേ? നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ വലിയ സമരത്തിലേക്കും പ്രക്ഷോഭത്തിലേക്കും പ്രതിഷേധത്തിലേക്കും ഒക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ 2026 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ ചർച്ചയായി മാറാൻ സാധ്യതയുള്ള ഒരു വിഷയം വയനാട് ദുരന്ത ബാധിതരുടെ പുനരധിവാസ പ്രശ്നം തന്നെയായിരിക്കും. കോൺഗ്രസും മുസ്ലിം ലീഗും നടത്തിയ വലിയ ചതി അത് വലിയ ചർച്ചയായി മാറും. അത് UDFന് വലിയ തിരിച്ചടിയാകാനും സാധ്യത
ഉണ്ട്. അത് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ കോൺഗ്രസിന് കഴിയുന്നുമില്ല, UDF-നും കഴിയുന്നില്ല. UDF-ലെ പ്രധാനപ്പെട്ട 2 പാർട്ടികൾ കോൺഗ്രസും മുസ്ലിം ലീഗും പ്രതിക്കൂട്ടി നിൽക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.